നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതിൻ്റെ മുഖ്യ കാരണം ഇന്ന് രാവിലത്തെ ദിനപത്രം നോക്കിയപ്പോൾ കണ്ട ഒരു വാർത്തയാണ്. ഒരു നിക്ഷേപകന് 2.5 കോടിയിലധികം രൂപ സൈബർ ക്രൈം വഴി നഷ്ടമായി. ഇത് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിച്ച് ആ പണമിടപാട് സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നു, കോടികൾ നഷ്ടമാവുന്നു. ചിട്ടിക്കമ്പനികൾ പൂട്ടുന്നു, ലക്ഷങ്ങൾ നഷ്ടമാവുന്നു. ചിലയിടത്ത് ആൾക്കാർ നിങ്ങൾക്ക് കൂടുതൽ നേട്ടം നേടിത്തരാമെന്ന് പറഞ്ഞ് ഓഹരി വിപണിയിൽ പൈസ നിക്ഷേപിക്കാമെന്ന് പറയുന്നത് കബളിക്കപ്പെടുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് വഴി നിങ്ങൾക്ക് നിക്ഷേപിക്കാമെന്ന് പണം നഷ്ടപ്പെടുന്നു. ചില ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞ് പണം നഷ്ടപ്പെടുന്നു. പിന്നെ അത് കഴിഞ്ഞ് ചില ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാം എന്ന് പറഞ്ഞ് പൈസ കോടികളാണ് പോകുന്നത്. ഒന്നുമല്ല, 1000-1500 കോടിയൊക്കെയാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ ക്രിപ്റ്റോ കറൻസി, അത് വേറെ കാര്യം. ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കാവുന്ന പൈസ പോകുന്നു. ഇങ്ങനെ മലയാളികളുടെ പൈസ ഇങ്ങനെ പലയിടത്തായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ബ്ലേഡ് ബാങ്കുകളായിരുന്നു, അതിനുശേഷം ആട്, മാഞ്ചിയം, ഇങ്ങനെ ഓരോ മാർഗങ്ങളാണ് ആൾക്കാർ കൊണ്ടുവരുന്നത്. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് മലയാളി, ഇത്രയും അഭ്യസ്തവിധരായ മലയാളി എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നില്ല എന്നതാണ് ഏറ്റവും കഷ്ടമായ കാര്യം. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മുഖ്യമായ കാര്യം നമ്മുടെ അത്യാഗ്രഹം അല്ലെങ്കിൽ ഗ്രീഡിനെസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ നിങ്ങളോട് വന്ന് പറയുക, സർ, ഞാൻ വഴി പണം നിക്ഷേപിച്ചാൽ ഞാൻ നിങ്ങൾക്ക് മാസം 10% വെച്ച് തരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആൾ പറഞ്ഞ ഒരു സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർഷം 120% റിട്ടേൺസ് ലഭിക്കും. നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കണം, ഇന്ത്യയിലല്ല ലോകത്ത് ഒരു നിക്ഷേപ മാർഗവും ഇല്ല നിങ്ങൾക്ക് 120% ലാഭം നേടിത്തരുന്നത്. നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 120 അല്ല, ചിലപ്പോൾ അത് 500 മടങ്ങ് വരാം, ചിലപ്പോൾ വേണേൽ 1000 മടങ്ങ് വാങ്ങാം. ആ ഡിപ്പെൻസ് അപ്പോൺ യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ലാഭം കിട്ടും, അത് വേറെ കാര്യം. ചില സമയങ്ങളിൽ ചില നേരങ്ങളിൽ ഓഹരി വിപണിയും നിങ്ങൾക്ക് അങ്ങനത്തെ റിട്ടേൺസ് തരും. അത് നമ്മൾ കൊറോണ സമയത്ത് മാർക്കറ്റ് താഴേക്ക് പോയി തിരിച്ചു വന്ന സമയം 100-120% കൊടുത്ത സ്റ്റോക്കുകളുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത് 10 വർഷത്തിൽ ഒരിക്കലും വല്ലതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും സ്ഥിരമായിട്ട് ആർക്കും തരാൻ പറ്റുന്നില്ല. നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാത്തത്? സ്ഥിരമായിട്ട് നമുക്ക് അങ്ങനെ ലാഭം തരുന്ന മാർഗങ്ങളൊന്നുമില്ല. എപ്പോഴും നിങ്ങൾ പൈസ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് 3 സ്ഥാപനങ്ങളെ കുറിച്ചാണ്. 1 RBI, 2 IRDA, 3 സെബി. കാരണം RBI എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബാങ്കിങ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതാണ്. RBIയുടെ കണ്ണിൽ പെടാതെ ഒരു ബാങ്കിനും ഒരു നിക്ഷേപ സമാഹരണവുമായിട്ട് പുറത്തു വരാൻ കഴിയുകയില്ല. IRDA, ഒരു ഇൻഷുറൻസ് കമ്പനിക്കും IRDAയുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു നിക്ഷേപ സമാഹരണമായിട്ട് വരാൻ കഴിയുകയില്ല. ഇനി സെബിയുടെ അംഗീകാരം ഇല്ലാതെ ഒരു ഷെയർ, ഒരു ഓഹരി വിപണിയിലേക്ക് ഒരു പുതിയൊരു കമ്പനി വരാൻ പറ്റില്ല. ഒരു പുതിയൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് ഒരു പുതിയൊരു ഫണ്ട് തുടങ്ങാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു PMS കമ്പനിക്ക് ഒരു PMS തുടങ്ങാൻ പറ്റത്തില്ല. ഒരു AFകാർക്ക് ഒരു AF തുടങ്ങാൻ പറ്റത്തില്ല. ഇതൊക്കെ സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് ബൈ സെബിയാണ്. സെബിയുടെ കറക്റ്റായ റെഗുലേഷനിൽ നിന്ന് മാത്രമേ ഇവർക്ക് ഈ നിക്ഷേപ പദ്ധതികൾ പുറത്തിറക്കാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഒരു കാര്യം, ഈ പറഞ്ഞ സംഭവങ്ങളിൽ നിക്ഷേപിക്കുന്ന ഈ സ്ഥാപനങ്ങൾ വഴിയുള്ള നിക്ഷേപിച്ചാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുക ഇല്ലെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ പണത്തിൻ്റെ മൂല്യത്തിന് കുറവ് വരാം. 100 രൂപ ഇട്ടാൽ ചിലപ്പോൾ 50 രൂപയാകാം, അത് വേറെ കാര്യം. പക്ഷേ ആ 50 രൂപയും നിങ്ങൾ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾ 50 രൂപ തിരിച്ച് 100 രൂപയാകും. അതിന് പല മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു നിക്ഷേപം നടത്തുമ്പോൾ വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം വഴിയാണോ ഈ നിക്ഷേപങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. കാരണം ഞാനിവിടെ ഒരു കേരള എന്ന് പേര് പറഞ്ഞൊരു തട്ടിപ്പ് നടത്തിയ ഒരു സ്ഥാപനത്തിൻ്റെ റെസീപ്റ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ആൾക്കാർക്ക് ഏകദേശം മനസ്സിലാണ്. വീടുമായിട്ട് ബന്ധപ്പെട്ട് സമാഹരണമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പാണ്.
അത് നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് കേരള ഒരു കമ്പനി ലിമിറ്റഡ്. അപ്പോൾ വായിക്കുന്നവരെല്ലാവരും വിചാരിക്കും അതൊരു ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണെന്ന്. അപ്പോൾ വിശ്വസിക്കുന്നത് എന്തോ? അപ്പോൾ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് എനിക്കൊന്ന് കേരള ട്രസ്റ്റ് ആക്ട് പ്രകാരം എന്താ പറയുന്നത് രജിസ്റ്റർ ചെയ്ത കമ്പനി. കേരള. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും വിചാരിച്ചു ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്. പക്ഷെ ഒരു സ്ഥാപനം, ഒരു നിക്ഷേപ സ്ഥാപനം നിങ്ങൾക്ക് ഇത്രയും റിട്ടേൺസ് തരുമ്പോൾ ഇവർ എവിടെ നിന്നാണ് ഈ റിട്ടേൺസ് ഉണ്ടാക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരാൾ 100 രൂപ നിങ്ങൾ നൽകിയിട്ട് അവർ നിങ്ങൾക്ക് 10% റിട്ടേൺസ് തരണമെങ്കിൽ അവർക്ക് എത്ര രൂപ ലാഭം കിട്ടണം? ഈ 100 രൂപ നിക്ഷേപിച്ചിട്ട് മാസം 10 രൂപ തരണമെങ്കിൽ ഈ 100 രൂപ കളക്ട് ചെയ്ത ആ ഏജൻറ്റിന് എത്ര രൂപ ലാഭം പോകണം? ഒന്ന് ആലോചിച്ച് നോക്കി. 100 രൂപയ്ക്ക് 10 രൂപ മാസം തരണേൽ കുറഞ്ഞത് 15 രൂപ അവരുണ്ടാക്കണ്ടായോ? 15 പറഞ്ഞെന്ന് എത്രയായി? 15 × 12 എത്രയായി? 180% റിട്ടേൺസ് വേണം. എവിടെ? ആര് കൊടുക്കും? നമ്മളെന്താ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ? എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് റിവേഴ്സാണ്. ഒരാൾ വന്നു ഇത്ര പൈസ തരാം, ഞാൻ നിങ്ങൾക്ക് ഇത്ര റിട്ടേൺ തരാം, നിങ്ങൾ എവിടുന്ന് തരുന്നു? ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്, ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങളിൽ പണത്തിൻ്റെ മൂല്യത്തിൽ കുറവ് വരാം. പക്ഷേ പണത്തിൻ്റെ വാല്യൂ കുറഞ്ഞാലും നിശേഷം മൂല്യം ഇല്ലാതാകുന്നില്ല. അതെവിടെ? ബാങ്കുകളിലെ ബാങ്കുകൾക്ക് പ്രശ്നമുണ്ടായാൽ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. പല ബാങ്കുകളിലും കാര്യങ്ങൾ നിങ്ങൾ നോക്കി. ഇപ്പം യെസ് ബാങ്കിൻ്റെ പ്രശ്നം ഉണ്ടായി, മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു കമ്പനിയുടെ ഡെറ്റ് ഫണ്ടുകൾ അവരെല്ലാം പൈസ തിരിച്ചു കൊടുത്തിടത്തേ. ഇതെല്ലാം ഈ വെൽ റെഗുലേറ്റഡ് ആയ സ്ഥാപനങ്ങളിൽ മാത്രമേ നടക്കത്തുള്ളൂ. മേൽപ്പറഞ്ഞ 3 റെഗുലേറ്ററി ബോഡീസ്, അതായത് RBI, IRDA, SEBI, ഈ സ്ഥാപനങ്ങളിൽ റെഗുലേറ്റ് ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ പണത്തിൻ്റെ മൂല്യത്തിൽ കുറവുണ്ടാവുമായിരിക്കാം. പക്ഷെ അത് നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതങ്ങനെ തന്നെയാണ്. അല്ലാതെയുള്ള ഒരു സ്ഥാപനങ്ങളും നിങ്ങൾക്ക്, അതായത് ഈ റെഗുലേറ്റഡ് അല്ലാത്ത ഒരു സ്ഥാപനങ്ങളും, വെൽ റെഗുലേറ്റഡ് അല്ലാത്ത ഒരു സ്ഥാപനങ്ങളും നിങ്ങൾ പൈസ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കിയേ തീരും. ഞാനൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരോട് പോയിട്ട് ചോദിക്കും, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം, SIP നിക്ഷേപിച്ചാൽ വളരെയധികം കൂടുതൽ റിട്ടേൺസ് ലഭിക്കുകയില്ലേ, നിങ്ങൾക്ക് നിക്ഷേപിക്കാമൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഓഹരിയില്ലോ, അത് ഗ്യാംബ്ലിംഗ് അല്ലേ, ചൂതാട്ടമല്ലേ, പൈസയൊക്കെ പോവും, ഓഹരിയല്ലേ, പൈസ എപ്പോഴും പോവും. എന്നാൽ ഈ ആളിനോട് ഞാൻ ചെന്ന് പറയാ, സാറേ നിങ്ങൾക്ക് ഞാൻ മാസം 10% വെച്ച് റിട്ടേൺ തരാമെന്ന് പറഞ്ഞാൽ ഈ കക്ഷി എൻ്റെ പുള്ളിയുടെ ഇരിക്കുന്ന മുഴുവൻ പൈസ എനിക്ക് തരും. അതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ വെൽ റെഗുലേറ്റ്. അതുപോലെ വേറൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ടിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും മടിയാണ്. ആരാ 5 വർഷം നിക്ഷേപിക്കുന്ന, ആരാ 10 വർഷം നിക്ഷേപിക്കുന്ന ഒരു ചോദ്യം. എൻ്റെ ഒറ്റ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. പലരും കുട്ടികളുണ്ടാകുമ്പോൾ പൈസ നിക്ഷേപിക്കാറുണ്ട്, ഇല്ലേ? ഇവരാരെങ്കിലും കുട്ടികൾക്ക് വേണ്ടി നിക്ഷേപിച്ച പൈസയിൽ കൈവെക്കാറുണ്ട്? ചിലപ്പോൾ അതൊരു 5 വർഷത്തെ FD ആയിരിക്കും. 5 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് പോയി റിന്യൂ ചെയ്യും, തൊടത്തില്ല. ഞാനും മ്യൂച്വൽ ഫണ്ടുകളും അതേ പറയുന്നുള്ളൂ, നിങ്ങൾ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാം. കാരണം മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പറയുവാണെങ്കിൽ അതിൽ വളരെയധികം ഫണ്ടുകളുണ്ട്. നിങ്ങൾക്ക് ചെറിയ സമയത്തേക്ക് നിക്ഷേപിക്കാം, നിങ്ങൾക്ക് 1 വർഷത്തേക്ക് നിക്ഷേപിക്കാനുള്ള ഫണ്ടുകളുണ്ട്, 2 വർഷത്തേക്ക് നിക്ഷേപിക്കാം, നിങ്ങൾക്ക് 5 വർഷത്തേക്ക്, ഓരോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിക്ഷേപിക്കാവുന്ന ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകളിൽ നമുക്ക് നിക്ഷേപിച്ച് നമുക്ക് വളരെയധികം ലാഭം നേടാവുന്നതാണ്. പക്ഷെ ഇത് പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ല. കാരണം മ്യൂച്വൽ ഫണ്ട് ഗാംബ്ലിംഗ് ആണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് ഗാംബ്ലിംഗ് അല്ല. മ്യൂച്വൽ ഫണ്ട് ശരിയാണ്. ഓരോരുത്തരും, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇന്ന് തന്നെ, അത് ഞാൻ വഴി വേണമെന്നൊന്നുമില്ല, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു SIP ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങണം. ഇത് നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ, അതായത് നിങ്ങളുടെ റിട്ടയർമെൻറ്റ്, നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇത് നിങ്ങളെ സഹായം ചെയ്യും.
നിങ്ങൾക്കാവുന്ന തുക ഇന്ന് തന്നെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ SIP തുടങ്ങുക. ഞാൻ പറയുന്നു, മ്യൂച്വൽ ഫണ്ട് ശരിയാണ്. താങ്ക് യു.